ദോശയ്ക്കും ഇഡ്ഡലിക്കും നമ്മുടെ തേങ്ങാ ചമ്മന്തി കഴിച്ച് മടുത്തവരുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ നിലക്കടലയും കൊണ്ടുള്ള ചട്നി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എന്നാലും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതെനിക്ക് എന്നോടും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിന്ന് ഇഡ്ഡലിക്ക് വേണ്ടി ഞാൻ ഈ പീനട്ട് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങളോട് കാണിക്കുവാണ്. അപ്പം നമ്മുടെ നിലക്കടല ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 2 പിടി നിലക്കടല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 ചെറിയ നമ്മുടെ ചെറിയ സൈസിലുള്ളതാണ്, മീഡിയം സൈസിലുള്ള 3-4 വറ്റൽമുളക്, ഇഞ്ചി, ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഇടുക. കൂട്ടത്തിൽ കരിവേപ്പിലയും നല്ലതുപോലെ വറുത്തെടുത്തുകൊണ്ട് വരിക. വറുത്ത് വെച്ചിരിക്കുന്നതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങായും കൂടെ ഇട്ട് നല്ലതുപോലെ വെണ്ണ അരയ്ക്കുന്ന പോലെ അരച്ചുകൊണ്ട് വരിക, ഉപ്പും കൂടെ ചേർത്ത്. അപ്പം നമ്മുടെ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ചട്നി വേറൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കടുക് വറുക്കാനുള്ള കാര്യം നോക്കാം. കടുക് വറുക്കാൻ വേണ്ടി കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ അരിയും കൂടെ ഇട്ട് നല്ലപോലെ വറുത്ത് കോരിക്കൊണ്ട് വരിക. അത് മേളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്.